നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ദ അയൺ ലേഡി ഭാവന തിരിച്ചു വരുന്നു. ഭാവനയുടെ അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് അതിന്റെ ട്രീസർ ഇന്ന് റിലീസ് ആയിരിക്കുന്നു. സൂപ്പർ ട്രീസർ ആണ് ഞാൻ ഇപ്പോൾ കണ്ട്. ഈ മാസം 30-ാം തീയതിയാണ് അത് റിലീസ് ആകുന്നത്. തിയേറ്ററിൽ എത്തുന്നത് ഈ മാസം 30-ാം തീയതി. ഇവിടെ നമ്മുടെ പേരുകെട്ട കൊടികൊട്ടിയ നമ്മുടെ ഈ പറയുന്ന ഫിലിം റിവ്യൂവേഴ്സ് ഇടുന്നവരല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രീസർ കണ്ടു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ആ സ്പോട്ടിൽ ഈ പറയുന്ന ഇതിന്റെ റിവ്യൂ ഇടുന്ന ആരെയും കണ്ടില്ല. ആ ടീസറിനും ആരും കാണുന്നു, ടീസറിനും വ്യൂസ് ഒന്നുമില്ല. എങ്കിലും ഞാൻ ആ ടീസർ കണ്ടു. കിടിലമായിട്ട് ഇരിക്കുന്നുണ്ട്, സൂപ്പറായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു സൈലന്റ് ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു വിജയം ഇത് കൊണ്ടുവരുമെന്ന് തന്നെ ഞാൻ ഹൃദയത്തിൽ തൊട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഫിലിമിനെ നമുക്ക് ആദ്യം ടീസർ കാണാം. അതിനു മുമ്പേ ഫിലിമിനെ കുറിച്ച് പറഞ്ഞ സംവിധായകൻ റിയാസ് മാരത്താണ്. ഇത് ഭാവനയുടെ 90-ാമത് ചിത്രം കൂടിയാണ്. കഥ എന്ന് പറയുന്നത് ഒരു ഫോറൻസിക് അനലിസ്റ്റ് ഫോറൻസിക് അനലിസ്റ്റ് ആയിട്ടാണ് സാറ, അതായത് ഭാവന അതിൽ അഭിനയിക്കുന്നത്. ഭാവനയുടെ ക്യാരക്ടറുടെ പേര് സാറ എന്നാണ്, മനസ്സിലായിരുന്നു. അവർ മരണത്തിന്റെ സമവാക്യം അന്വേഷിക്കുന്നതിനായി താഴത്തിലുള്ള മനഃശാസ്ത്രപരമായ യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സയൻസ് ഫിക്ഷൻ സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഈ ഒരു സാധനം. ഇത് ഒരു സാധാരണ ക്രൈം കഥയ്ക്കും അപ്പുറത്തുള്ള സങ്കീർണമായ ആഹ്വാനം നൽകുന്നു എന്നുള്ളതാണ്. നിർമ്മാണം ഭാവനയുടെ ബാനറിൽ നിർമ്മിച്ച ആദ്യ ചിത്രവും കൂടിയാണ്. അഭിനേതാക്കൾ ഭാവനയും റഹ്മാനുമാണ് ജോഡികളായിട്ട് വരുന്നത്. ഇവർ രണ്ടാണ് പ്രധാന വേഷങ്ങളിലേക്ക് എത്തുന്നത്. ഇത്രയുമാണ് ഈ ചിത്രത്തെക്കുറിച്ച് ഒരു ആമുഖമായി പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിന്റെ ടീസറിലേക്ക് പോകാം. ടീസർ എങ്ങനെ സൂപ്പറായിട്ട് ആ ടീസർ എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ആ ടീസറിലേക്ക് പോകാം. ഓക്കെ. Everyone, everywhere wants to live. Everyone, everywhere wants to live. എല്ലാവരും എവിടെയും എല്ലാവർക്കും ജീവിക്കണം എന്നുള്ളതാണ് എന്നാണ് അതിൽ ആദ്യം പറയുന്നത്. The rich wants to live. The poor wants to live. Nobody wants to die. അല്ല, ഭാവനയുടെ ലുക്ക് ഉണ്ടോ? സൂപ്പർ അല്ലേ ഭാവനയെ കാണുന്നത്? സുന്ദരിയായിട്ടിരിക്കുന്നു. എന്താ അവർ പറയുന്നത്? മറ്റൊന്നുമല്ല, പാവപ്പെട്ടവനും ഈ പറയുന്ന പണക്കാരും എല്ലാവർക്കും ജീവിക്കാനാണ് ആഗ്രഹം. എല്ലാവരും എന്താണ് ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യനെന്നും ഭയപ്പെടുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, മരണം. ജീവിക്കാൻ കൊതിയുള്ളവരെ കൊല്ലുക. ഇറ്റ്സ് ക്രിമിനൽ. You are a fucking psychopath. No, I'm not. എല്ലാവർക്കും ആഗ്രഹിക്കാൻ എന്തിനാണ്? എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെയുള്ളവരെ കൊല്ലുന്നത് ഒരു ത്രില്ലാണ് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് റഹ്മാന്റെ ആ റോള്, റഹ്മാന്റെ ലുക്കൊക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലേ? റഹ്മാന്റെ ലുക്ക് സൂപ്പർ. റഹ്മാൻ ഇതിലൊരു ആക്ഷൻ ഹീറോയെ പോലെയാണ്. ഇതിനകത്ത് നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നീ ഒരു സൈക്കോപാത്ത് ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഒരു മിസ്റ്ററി ത്രില്ലറാണ്, മനസ്സിലായോ? ആ ഒരു അവൻ പറയുന്നുണ്ട്, ഞാൻ അതല്ല എന്ന് പറയുന്നുണ്ട്. Either he knows who's the killer or he is the killer. ഇതിൽ ഭാവനയുടെ പറയുന്ന മറ്റൊന്നുമല്ല, ഒന്നുകിൽ അയാളാണ് കില്ലർ, അയാൾക്ക് അറിയാം ആരാണ് കില്ലർ എന്നും, അല്ലാന്നുണ്ടെങ്കിൽ അയാളാണ് കില്ലർ എന്ന് ഭാവന അതിനകത്ത് പറയുന്നുണ്ട്. ഭാവനയുടെ ആ ഒരു എന്താണ് ഭാവമാറ്റമൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. Who is coming? A man or a force? A man and a force. A man with a force. നല്ല ആക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ 30-ാം തീയതി തിയേറ്ററിൽ എത്തുന്നു എന്നുള്ളതാണ്. ഇത് മിക്കവാറും നമ്മുടെ റഹ്മാന്റെ ഒരു തിരിച്ചുവരവാനുള്ള ഒരു ചാൻസും കൂടിയുണ്ട്, മനസ്സിലായോ? റഹ്മാന്റെ ഒരു തിരിച്ചുവരവാനുള്ള ചാൻസ് ഉണ്ട്. അതുമല്ല, ഈ ഒരു സിനിമ റഹ്മാന്റെ മാത്രമല്ല, നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഭാവനയുടെ ഒരു തിരിച്ചുവരവും കൂടിയാണ്, അല്ലേ? വളരെ സുന്ദരിയായിട്ടും വളരെ ബോൾഡായിട്ടും ഒരു അയൽ ലേഡി എന്ന് തന്നെ പറയാം. ഇതൊക്കെ കാണുമ്പോൾ ഈ പറയുന്ന പേട്ടൻ പാവാടകൾക്ക് കുരു പൊട്ടും. പേട്ടൻ പാവാടകൾ എങ്ങനെയെങ്കിലും നമ്മുടെ ദിലീപിനെ കുറിച്ച് പറയണേ, ദിലീപ് മുമ്പേ നമുക്കറിയാം. ദിലീപ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കരക്കമ്പി നടക്കുന്നുണ്ട്. മോഹൻലാലിന്റെ പടത്തിൽ വരെ ആൾക്കാരെ വിട്ട് കൂവിപ്പിക്കുക എന്നുള്ളത് പേട്ടന്റെ ഒരു ഹോബിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത്
പേട്ടൻ പാവാടകൾ ഇടിച്ചു കയറി കൂവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മനസ്സിലായോ? ഫസ്റ്റ് ഡേ നല്ല കൂവൽ കേൾക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുമല്ല പുറത്തിറങ്ങിയ ശേഷം നെഗറ്റീവ് റിവ്യൂ കൊടുക്കാനുള്ള ചാൻസസും വളരെ കൂടുതൽ. എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഈ ഭാവനയുടെ പടത്തിനെ പൊട്ടിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഈ പറയുന്ന പേട്ടന് കാണുള്ളൂ, അവരുടെ അനുയായികൾക്കും കാണുള്ളൂ. അതിന് ഒരു മാറ്റവും ഇല്ല. മനസ്സിലായല്ലോ? അതിനൊരു മാറ്റം ഇറക്കി വലിയ കൊട്ടിഘോഷിച്ച് ലാലേട്ടനെ വരെ ഇറക്കിയിട്ട് പോലും 8 നിലയിൽ പിന്നെ മുടക്കിയ കാശും പോലും കിട്ടിയെന്നാ പറയുന്നത്. എന്നിട്ട് പല പല പോസ്റ്റ് പറഞ്ഞ് കോടികൾ കൊണ്ടുവന്നെന്നാ പറയുന്നത്. അപ്പൊ അതൊരു കൂറ പടമായിരുന്നു. അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഭാവനയുടെ പടം വരുന്നത്. അപ്പൊ ഭാവനയുടെ പടം വരുമ്പോൾ ഒരിക്കലും അത് വിജയിക്കാൻ പാടില്ല എന്നൊരു ബുദ്ധി, അല്ലെങ്കിൽ അറിയില്ല, തനിക്കെതിരായിട്ട് നിൽക്കുന്നവരെ ഏത് രീതിയിൽ ഒതുക്കാം എന്ന് ആലോചിച്ച് നടക്കുന്നതിന്റെ ഫലമാണല്ലോ ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കിടക്കട്ടെ. അതുകൊണ്ട് തന്നെ തന്റെ ശത്രുവിന്റെ തന്നെ ഇങ്ങനെ ഒരു പടം വരുമ്പോൾ അതൊരിക്കലും വിജയിക്കരുത് എന്നൊരു ആഗ്രഹം ഈ പറയുന്ന നമ്മുടെ പേട്ടന് കാണും. അതുകൊണ്ട് തന്നെ പേട്ടന്റെ പഴയ പിന്നീട് എന്താണ് ആയുധങ്ങൾ എന്ത് ചെയ്തു മിനുക്കി എടുക്കുന്നുണ്ട്. പഴയ ആയുധം മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ തിയേറ്ററിൽ ആൾക്കാരെ കയറ്റി കൂവിപ്പിക്കുക എന്നുള്ളതാണ്. വീണ്ടും പറയുന്നു, ആ ടീസർ പോലും ആൾക്കാർ വലിയ റീച്ചൊന്നും പോയിട്ടില്ല. എനിക്കൊന്ന് ഞാൻ കണ്ടപ്പോൾ 1 മണിക്കൂറിനകത്ത് 5000, 6000, 10000 അങ്ങനെ എന്തൊക്കെ കണ്ടിട്ടുള്ളൂ. ആരും അത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഹൈപ്പും ഇല്ലാതെ വരുന്ന ഒരു പടമായത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പിൽ നിൽക്കുന്ന റിവ്യൂവേഴ്സ് ആരും ഇതിനെ കൈതൊട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വൺ ഹിറ്റ്, ഒരു സൂപ്പർ ഹിറ്റ് ആകും എന്നെ മനസ്സ് പറയുന്നത്. അതുമല്ല 30-ാം തീയതിയാണ് അതിന്റെ റിലീസ്. 30-ാം തീയതി ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ഈ പറയുന്ന എന്താണ് ഫസ്റ്റ് ഡേ എന്ന് പടം കാണുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ആരെങ്കിലും പടം ഇറങ്ങി നല്ലതാണെന്ന് പറയുമെങ്കിൽ മാത്രം എന്ത് ചെയ്യും, നമ്മൾ പോയി കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഭാവനയുടെ കേസിൽ ഈ സിനിമ എനിക്ക് എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ, ഫസ്റ്റ് ഷോ എന്തായാലും കാണാൻ പറ്റില്ല, ഫസ്റ്റ് ഡേ തന്നെ ഇതെനിക്ക് കാണുകയും ഇതിന്റെ റിവ്യൂ ഇടുകയും പിന്നീട് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ഇടുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ഭാവനയെ ഇഷ്ടമുള്ളവർ ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് ഈ പറയുന്ന ഒരു കംബാക്കിങ് നമുക്ക് സ്വീകരിക്കാൻ ഇത്രയൊക്കെ പറ്റില്ല. അവർക്കൊരു ശക്തി, നീ തളർന്നിട്ടില്ല, നിന്റെ കൂടെ നമ്മളുണ്ട് എന്ന് കാണിക്കാൻ. ഇപ്പൊ ഞാനിവിടെ കിടന്ന് എനിക്ക് ഈ വീഡിയോ ഇടാനേ പറ്റും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഏതെങ്കിലും പടം പോയി കണ്ട് നമുക്ക് പ്രോത്സാഹിപ്പിക്കാനേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അവർക്കൊരു എൻകറേജ്, ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നവരുണ്ട് എന്നവർ അറിയിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ റിക്വസ്റ്റ്, നിങ്ങളുടെ ഭാവന ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോയി എന്ത് ചെയ്യുക, പോയി ഒന്ന് കണ്ടു നോക്കുക, കാണുക, ഒരിക്കൽ പോയി കാണുക, ഫസ്റ്റ് ഡേ എങ്കിലും പോയി കാണുക എന്നുള്ളതാണ്. എന്തായാലും ഇതിന്റെ മേക്കിംഗ്, ആ ഒരു ടീസർ നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു നല്ല രീതിയിൽ അല്ലേ, അത് കാണുമ്പോൾ തന്നെ, ആ ടീസർ കാണുമ്പോൾ തന്നെ നല്ലൊരു ത്രില്ലർ പടമായിരിക്കും എന്നുള്ളത് നമുക്കത് തോന്നുന്നുണ്ട്. അത് അത്ര രീതിയിലാണ് ആ ടീസർ എടുത്തിട്ടുള്ളത്. ഭാവനയുടെ ഒക്കെ എല്ലാം മൊത്തത്തിൽ ആ ടീസർ മൊത്തം നമുക്ക് അടുത്ത ആരായിരിക്കും ഇത്, എന്താണ് നടക്കാൻ പോകുന്നത്, എന്തോ ഒരു ക്രൈം ത്രില്ലർ അല്ലേ, ഒരു സാധനം നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്രൈം ത്രില്ലറുകളെല്ലാം ഒരുവിധം നല്ല ക്രൈം ത്രില്ലറും ഒരുവിധം ഓടിയിട്ടുള്ള ചരിത്രമുള്ള അതിനോടൊപ്പം ഭാവനയുടെ തിരിച്ചുവരവ് കൂടിയാകുമ്പോൾ ഇതൊരു സൂപ്പർ ഹിറ്റായി തന്നെ മാറും എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കമന്റ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.